മധുര നാരങ്ങയിൽ ഇനി ഓർമ്മയിൽ സൂക്ഷിക്കാൻ. അപ്പോൾ നിങ്ങൾ ഇനി കാതോർത്തിരിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒളിമ്പിക്സ് വാർത്തകൾ കേൾക്കാനാണ്. ഇന്ന് വളരെ വ്യത്യസ്തമായൊരു ഒളിമ്പിക്സ് വാർത്ത തന്നെയാണ് ഞാൻ എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ കാതുകളിലേക്ക് ഇതേ എത്തിക്കുന്നത് കേട്ടോ. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ. ശരി തന്നെയാണ്, 100% കറക്റ്റാണ്. അതായത് ഒരു കാര്യങ്ങൾ ചെയ്യാനും അല്ലെങ്കിൽ ഒരു വിജയങ്ങൾ കൈവരിക്കാനും ഏജ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു തടസ്സമായിട്ട് ആരും പറയരുത്. അങ്ങനെ പറഞ്ഞാൽ അത് ശുദ്ധ ബ്ലണ്ടർ മണ്ടത്തനമാണെന്ന് പറയാൻ സാധിക്കും, അല്ലെങ്കിൽ നമ്മൾ പറയണം. അതായത് ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്ന് പറയുന്നത് 100% ശരിയാണ്. ഏജ് ഒരു നമ്പർ മാത്രമാണ്. നമ്മുടെ കഴിവുകളെ, നമുക്കുള്ളിലെ കഴിവുകളെ അല്ലെങ്കിൽ നമുക്ക് എന്താണോ നേടിയെടുക്കേണ്ടത് അതിനൊന്നും ഏജ് ഒരു തടസ്സമായി മാറുന്നില്ല. അങ്ങനെ തെളിയിച്ച ഒരു വർഷം ഒളിമ്പിക്സിനുണ്ടായിരുന്നു. അതായത് 2020 സമ്മർ ഒളിമ്പിക്സ് നടന്ന സമയത്ത്, 2020 സമ്മർ ഒളിമ്പിക്സ് നടന്നത് നമ്മുടെ ജപ്പാനിലാണ്, ടോക്കിയോ ഒളിമ്പിക്സ് എന്നാണ് നമ്മൾ വിളിക്കപ്പെടുന്നത് കേട്ടോ. ആ സമയത്ത് നടന്ന വളരെ കൈയടി അർഹിക്കുന്ന ഒരു വാർത്ത, അതാണ് ഇന്ന് ഞാൻ ശ്രോതാക്കളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ആ വർഷം ആദ്യമായിട്ടാണ് സ്കേറ്റ് ബോർഡിംഗ് എന്ന് പറയുന്ന ഒരു ഇവന്റ് ഒളിമ്പിക്സിലേക്ക് ഉൾപ്പെടുത്തുന്നത്. അന്ന് അതില് മിന്നും താരമായി മാറിയ പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ വയസ്സ് ഞാൻ ആദ്യം പറയാം. 13 വയസ്സാണ്. നിങ്ങളൊന്ന് ഓർത്തു നോക്കി, 13 വയസ്സിലൊരു ഒളിമ്പിക് മെഡൽ നേടുക എന്ന് പറയുന്നത് കളിച്ച കളിയൊന്നുമല്ല മക്കളെ. എന്തായാലും 13 വയസ്സുള്ള ആ പെൺകുട്ടിയാണ് ആ വർഷം, അതായത് നമ്മുടെ സ്കേറ്റ് ബോർഡിംഗ് എന്ന് പറയുന്ന ഇവന്റ് ഒളിമ്പിക്സിലേക്ക് ഉൾപ്പെടുത്തിയ ആ വർഷം ആദ്യമായിട്ട് സ്കേറ്റ് ബോർഡിംഗിൽ ഒളിമ്പിക്സ് മെഡൽ കരസ്ഥമാക്കുന്ന പെൺകുട്ടി. ഇനി ആ പെൺകുട്ടി ആരാണെന്ന് പറയാം. ജപ്പാന്റെ തന്നെ മാമുജി നിഷിയ എന്ന് പറയുന്ന പെൺകുട്ടി. അവരുടെ 13ാമത്തെ വയസ്സിലാണ് ആ പെൺകുട്ടി ആ നേട്ടം കൈവരിക്കുന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം എടുത്തു പറയണം, ആ വർഷം ഈ സ്കേറ്റ് ബോർഡിംഗ് എന്ന് പറയുന്ന ഇവന്റിൽ സ്വന്തം രാജ്യത്തിന് വേണ്ടിയിട്ട് പങ്കെടുത്തിട്ടുള്ള മിക്കവാറുമുള്ള എല്ലാ കുട്ടികളും തന്നെ പറഞ്ഞു കേട്ടോ, അവർക്കെല്ലാം അന്ന് വയസ്സ് 13 വയസ്സേ ഉള്ളൂ എന്നുള്ളതാണ്. അന്ന് 13 വയസ്സുള്ള നിഷ്യ സ്വർണം കരസ്ഥമാക്കുന്ന സമയത്ത് ബ്രസീലിന്റെ റൈസ ലീൽ എന്ന് പറയുന്ന പെൺകുട്ടിയാണ് സിൽവർ മെഡലിന്, അതും 13 വയസ്സുള്ള പെൺകുട്ടിയാണ് കേട്ടോ, സിൽവർ മെഡലിന് അർഹയായി മാറുന്നത്. സോ ചിന്തിക്കുക, ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ എന്ന് മാത്രം ചിന്തിക്കുക. അതൊന്നിനും ഒരു തടസ്സമല്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ മധുര നാരങ്ങതയുടെ അവസാനിക്കുകയാണ്. നമ്മൾ വീണ്ടും മറ്റൊരു മനോഹരമായിട്ടുള്ള എപ്പിസോഡുമായി വീണ്ടും കേട്ടുമുട്ടും. അതുവരേക്കും എല്ലാവർക്കും ഒരുപാട് ഓർമ്മകൾ മാത്രം കൂട്ടിനുണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഷൈനിങ് ഓഫ്. ഇറ്റ്സ് മീ RJ അരുൺ ഫ്രം റേഡിയോ ലൈം വിത്ത് എ ഫ്രഷ്നെസ് ഇൻ വേറെ ലെവൽ. കേൾക്കൂ റേഡിയോ ലൈമിൽ മധുര നാരങ്ങ തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ 7 മണി വരെ RJ അരുണിനൊപ്പം. റേഡിയോ ലൈം UK മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് ഫ്രഷ്നെസ് ഇൻ വേറെ ലെവൽ.